ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രീ പ്രൊസസർ ഡയറക്റ്റീവ് ആണ്. ഈ പ്രീ പ്രൊസസർ ഡയറക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞൊരു ആഷ് ഡിഫൈൻ അത് എന്ന് പറഞ്ഞാൽ ഒരു മാക്രോയാണ്, പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് ഈ കാണുന്നതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രീ പ്രൊസസർ ഡയറക്റ്റീവ്. അൺഡിഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡിഫൈൻ. ഇപ്പൊ നമ്മൾ മാക്രോ ഡിഫൈൻ ചെയ്തിട്ടുള്ള അൺഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ എന്ത് അൺഡിഫൈൻഡ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്നത്. ഇനി ഇൻക്ലൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രിപ്രൊസർ ഡയറക്റ്റീവ് ആണ്. അതിനാണ് ഇൻക്ലൂഡ് ഫയൽസിന്റെ അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ആ സോഴ്സ് ആ ഹെഡർ ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് കോഡൊക്കെ നമ്മുടെ കറന്റ് ഫയലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഇഫ് ഡിഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇഫ് ഡിഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടീഷനില് അത് എന്ന് പറഞ്ഞാൽ ഈ വേരിയബിള് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ വരില്ലേ. അപ്പൊ അതിനൊക്കെയാണ് ഇഫ് ഡിഫൈൻ. യൂസർ ടു ഇൻക്ലൂഡ് എ സെക്ഷൻ. ഇനി ഇഫ് നോട്ട് ഡിഫൈൻ എന്ന് പറഞ്ഞാൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് കോഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പൊ ആഷ് ഡിഫൈൻ എന്ന് പറയുന്നത് എന്താണ്? അത് ചെക്ക് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് കണ്ടീഷൻ. ഈ ഡിഫൈൻ ആഷ് ഡിഫൈനും ഏകദേശമൊക്കെ എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇത് വർക്ക് ആയില്ലെങ്കിൽ ഇഫ് ആഷ് ഇഫ് ഫോൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ആവണില്ലെങ്കിൽ എൽസ് പാർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ എൻഡ് ഇഫ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊക്കെ ഇഫ് ഡിഫൈന്, ഇഫ് നോട്ട് ഡിഫൈന്, പിന്നെ ഇഫ് എൽസ് പാർട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതായത് നമ്മൾ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ എറർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ലൈന്, യൂസർ ടു മോഡിഫൈ ദി ലൈൻ. പ്രാഗ്മ വേർഡ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ എന്താണ് നമ്മുടെ പ്രാഗ്മ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ മെസ്സേജ് ചെയ്യാം കമ്പൈലേഷൻ ടൈമില്. പിന്നെ അപ്പൊ നമുക്ക് എന്താന്നുള്ളത് നമുക്ക് പ്രോഗ്രാമിൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ മുന്നേ ഞാനിതാ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആഷ് ഡിഫൈൻ എന്നിട്ട് നമുക്കിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കണ്ട് ഓക്കെ ഞാനിതാ നമ്മൾ ഒരു ഡിഫൈൻ, അതായത് നമ്മളിപ്പോ ഇഫ് ഡിഫൈൻ ലിമിറ്റ്. ഓക്കെ, ഇഫ് ഡിഫൈൻ ലിമിറ്റ് എന്ന മാത്രം ഇത് എന്ത് അങ്ങനെയാണെങ്കിൽ മാത്രം ഈ സെക്ഷൻ വർക്കായി മതി എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അൺഡിഫൈൻ, അപ്പോ യു ചേർത്ത്. അൺഡിഫൈൻ ആണെങ്കിൽ എന്താണ്? നോട്ട് ഡിഫൈൻ ഇവിടെ ഇവിടെ അല്ലേ? ഇഫ് നോട്ട് ഡിഫൈൻ അല്ലെ? ഇഫ് നോട്ട് ഡിഫൈൻ അങ്ങനെയാണെങ്കിൽ മാത്രം വർക്ക് ചെയ്താൽ മതി. അപ്പൊ എന്തായി? ഇതൊന്നും ഡിഫൈൻ ചെയ്തില്ല. കാരണം എന്താ? ഈ സിയും ഡി ഒക്കെ ഇതിലല്ലേ വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ എറർ വന്നത്. ഈ സിയും ഡി ഇപ്പൊ തീർക്കട്ടെ. ഓക്കെ, എന്തായി? ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ട് എന്തായി? നോട്ട് ഡിഫൈൻ ആണ്. ഇതിപ്പോ നോട്ട് ഡിഫൈൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ലിമിറ്റ് നോട്ട് ഡിഫൈൻ ചെയ്തു. ഓക്കെ, നോട്ട് ഡിഫൈൻ. ഇത് ലിമിറ്റ് ഇത് ഓൾറെഡി ഡിഫൈൻ ചെയ്തുകൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് കടക്കില്ല. അപ്പൊ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് അടുത്ത ഇത് നോക്കാം. അയ്യോ, നോട്ട് ഡിഫൈൻ. ഇനി ഞാനിപ്പോ ഇഫ് ഡിഫൈൻ തന്നെ ചെയ്തു. ഓക്കെ, ഇഫ് ഡിഫൈൻ. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അൺഡിഫൈൻ. ഓക്കെ, ഇഫ് ഡിഫൈൻ പിന്നെ പറഞ്ഞ ലൈൻ എറർ ഇഫ്. ഇനിയിപ്പോ പറഞ്ഞ ഇഫ് ഞാനിപ്പോ ഇഫ് സീറോ കഴിഞ്ഞിട്ട് എന്താ വരിക? വർക്കാവൂല. ഇത്രയും ഭാഗത്തിന്റെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ കേറില്ല. അപ്പൊ നമ്മൾ ഈ എററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇഫ് ആൻഡ് ഇഫ് യൂസ് ചെയ്യും. കാരണം ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല്
കമന്റ്, അതായത് ആ ഭാഗം നമ്മൾ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇഫ് സീറോ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ പ്രിപ്രൊസസർ ഡയറക്റ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ പറഞ്ഞാൽ ഹൗ ടു ക്രിയേറ്റ് എ ഹെഡർ ഫയൽ ആണ്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസ്. ഓക്കെ, ബൈ.